നിയമസഭയിലെ ബജറ്റ് ചർച്ചാ വേളയിലാണ് കോട്ടക്കൽ മണ്ഡലത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ. സഭയിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പ്രധാന പദ്ധതികളായ പുത്തൂർ ചെനക്കൽ ബൈപ്പാസിന്റെ 3ാം ഘട്ടത്തിനായി ഭൂമിയേറ്റെടുക്കലും ബൈപ്പാസ് നിർമ്മാണവും ഒപ്പം വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കലുമാണ് എം.എൽ.എ. സഭയിൽ ഉന്നയിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരിമ്പിളിയം കൈതക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഫണ്ട് വകയിരുത്തണമെന്നും എം.എൽ.എ. സഭയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത ഒരു 10 വർഷക്കാലമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞു പോയത് എന്ന് നമുക്കറിയാം. അതിന്റെ ഒരു മാറ്റത്തിനുള്ള തുടക്കം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചിരുന്ന കോട്ടക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ്, വട്ടപ്പാറയിലെ വളാഞ്ചേരിയിലെ ഫയർ സ്റ്റേഷൻ, കൈതക്കടവ് പാലം ഒക്കെ തുടങ്ങി ഒരുപാടേറെ പദ്ധതികൾ ഇന്നും നടക്കാതെ കിടക്കുകയാണ് സർ. ആ പ്രവർത്തനങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായ ഒരു നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഞാൻ എന്റെ വാക്കുകൾ കൂട്ടിക്കൊണ്ട് അമിതമായ ഒരു ആവേശത്തിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനെക്കുറിച്ച് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതേ ബഹുമാനനായ മുഖ്യമന്ത്രി തന്നെ പറയുന്ന ടീം UDF എന്ന ആ ടീം UDFന് പിന്തുണ നൽകിക്കൊണ്ട് മൂന്നാമതും സംസ്ഥാനത്തെ 3ാമത്തെ ഭൂരിപക്ഷം നൽകിയാണ് എന്നെ ഈ നിയോജക മണ്ഡലത്തിലെ ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് സർ. അതുകൊണ്ട് കോട്ടക്കലിലെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കണം സർ. ചങ്ങമ്പുഴയുടെ രണ്ട് വരികളെയാണ് ഓർമ്മ വിടുന്നത്. കപടകാലത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന ചങ്ങമ്പുഴയുടെ വാക്കുകൾ സർ. ആ ഒരു എന്റെ വേദന എന്നതിനപ്പുറത്ത് കോട്ടക്കലിലെ ഈ 63,000 വോട്ട് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചെടുത്ത ആ ആളുകളുടെ പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടിയുള്ള നടപടി ഉണ്ടാകണം അങ്ങയുടെ ഭാഗത്തുനിന്ന്. അത് പരിപൂർണമായും നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പരിപൂർണമായി ഞാൻ പിന്തുണക്കുന്നു സർ. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയമെന്ന ചങ്ങമ്പുഴ കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു എം.എൽ.എയുടെ പ്രസംഗം. മണ്ഡലത്തിലെ വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കണമെന്നും ആവശ്യമായ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് എം.എൽ.എ. മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. തൂതപ്പുഴയ്ക്ക് കുറുകെ കോട്ടക്കൽ, തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കൈതക്കടവ്, മുറിഞ്ഞായക്കടവ് പാലത്തിനായി ആബിദ് ഹുസൈൻ തങ്ങളും VT ബൽറാം എം.എൽ.എയും ഒന്നിച്ചും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ്, തിരുവനന്തപുരം. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.